ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സ് എന്താണ്, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ്, പിന്നെ ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സോ ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ദ ടോപ്പിക് ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്. ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് നമുക്ക് സാധാരണ ആയിട്ട് അറിയാവുന്നത്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ ഓപ്പറേഷൻസ് ആണല്ലേ നമുക്കറിയാവുന്നത്. അപ്പോൾ നമ്മുടെ മെട്രിക്സിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് അഡീഷൻ ഓഫ് മെട്രിസസ്, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലർ, അതുപോലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അഡീഷൻ തന്നെയാണ്, ജസ്റ്റ് അഡീഷൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. സോ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, അഡീഷൻ ഓഫ് മെട്രിസസ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സപ്പോസ് ഫാത്തിമ ഹാസ് 2 factories അറ്റ് പ്ലേസസ് എ ആൻഡ് ബി. ഇപ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന ഒരാൾക്ക് 2 സ്ഥലത്ത് ഫാക്ടറീസ് ഉണ്ട്, എയിലും ബിയിലും ഫാക്ടറീസ് ഉണ്ട്. ഈച്ച് ഫാക്ടറി പ്രൊഡ്യൂസസ് സ്പോർട്സ് ഷൂസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ 3 different പ്രൈസ് കാറ്റഗറീസ് ലേബിൾ 1, 2, 3. അപ്പോൾ 3 പ്രൈസ് കാറ്റഗറീസിൽ 1, 2, 3 ഈ 3 പ്രൈസ് കാറ്റഗറീസിൽ ബോയ്സിനും ഗേൾസിനുമുള്ള ഷൂസാണ് ഈ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡേറ്റയാണ് ഈ തന്നിരിക്കുന്നത്. ഫാക്ടറി എയിൽ ഇവിടെ വെർട്ടിക്കലായിട്ട് തന്നിരിക്കുന്നത് ബോയ്സിൻ്റെ ഷൂസിൻ്റെ പ്രൈസ് കാറ്റഗറി, അതുപോലെ തന്നെ ഇത് ഗേൾസിൻ്റെ. സിമിലർലി ഫോർ ഫാക്ടറി ബി. ഇത്തരം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ഫാത്തിമ വാണ്ട്സ് ടു നോ ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് സ്പോർട്സ് ഷൂസ് ഇൻ ഈച്ച് പ്രൈസ് കാറ്റഗറി. അപ്പോൾ ഈ 2 ഫാക്ടറീസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ് ഷൂസിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ ഫാത്തിമയ്ക്ക് കണ്ടുപിടിക്കണം. സോ ഇൻ കാറ്റഗറി 1 നമുക്കറിയാം, ഇവിടെ കാറ്റഗറി 1 ഫോർ ബോയ്സ് 80, 90 ഈ 2 ഡേറ്റയാണ് തന്നിരിക്കുന്നത് അല്ലേ. ഫാക്ടറി എയിൽ 80, ഫാക്ടറി ബിയിൽ 90. അതേപോലെ ഫോർ ഗേൾസ് ഫാക്ടറി എയിൽ 60, ഫാക്ടറി ബിയിൽ 50. അങ്ങനെ ഓരോ പ്രൈസ് കാറ്റഗറിയിലും, പ്രൈസ് കാറ്റഗറി 2 നമുക്ക് ബോയ്സ് 75, ഫാക്ടറി ബിയിൽ 70. അതേപോലെ തന്നെ പ്രൈസ് കാറ്റഗറി 2 ഗേൾസിൻ്റെ ആണെങ്കിൽ 65, 55. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ഈ ഫാത്തിമയ്ക്ക് ഈ 2 ഫാക്ടറീസിലെയും ടോട്ടലായിട്ടുള്ള പ്രൊഡക്ഷൻ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഡേറ്റാസും കൂടെ ആഡ് ചെയ്താൽ പോരെ, എന്നാലല്ലേ നമുക്ക് ആ ടോട്ടൽ പ്രൊഡക്ഷൻ കിട്ടുകയുള്ളൂ. സോ എന്താ ചെയ്യേണ്ടത്? ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്, അതായത് പ്രൈസ് കാറ്റഗറി 1 ഫാക്ടറി എയിലെ ബോയ്സിൻ്റെ പ്രൈസ്, ഷൂവിൻ്റെ പ്രൈസ് എന്താണ്, ദാറ്റ് പ്ലസ് അതേ പ്രൈസ് കാറ്റഗറിയിൽ ഫാക്ടറി ബിയിലെ ബോയ്സിൻ്റെ ഷൂ പ്രൊഡക്ഷൻ അത് എത്രയാണെന്ന് നോക്കുക, അത് 2ഉം കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ അവിടുത്തെ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ചെയ്യുന്നത് വി ആർ ആഡിങ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. 80യെ 90യുടെ കൂടെ ആഡ് ചെയ്യും, ഇതാ കണ്ടോ. അതുപോലെ തന്നെ 60യെ 50യുടെ കൂടെ ആഡ് ചെയ്യും. 75 പ്ലസ് 70, ദെൻ 65 പ്ലസ് 55, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 90 പ്ലസ് 75, ദെൻ 85 പ്ലസ് 75, അതാണ് ഇവിടെ എഴുതിയിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ പ്രൊഡക്ഷൻ, അതായത് നമ്മൾ ആഡ് ചെയ്ത ആ ഡേറ്റ അതെങ്ങനെയായിരിക്കും വരിക? ഈ മെട്രിക്സിൻ്റെ ഫോമിലായിരിക്കും വരുന്നത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ ഓരോ വാല്യൂസും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ മെട്രിക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ജസ്റ്റ് എഴുതിയാൽ മതി. ഇപ്പോൾ 80 പ്ലസ് 90 എത്രയാണ്, ആ വാല്യൂ ആയിരിക്കും നമ്മുടെ A11 ആയിട്ട് വരുന്നത്. അപ്പോൾ ആ വാല്യൂ എന്തിനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയിലെ ബോയ്സിൻ്റെ ഷൂ പ്രൊഡക്ഷൻ എത്രയാണെന്ന് നമുക്ക് കിട്ടും, ഈ വാല്യൂ ആഡ് ചെയ്താൽ. അതുപോലെ തന്നെ 60 പ്ലസ് 50, 110 അല്ലേ, 110 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഫസ്റ്റ് കാറ്റഗറിയിലെ ഗേൾസിൻ്റെ ഷൂ പ്രൊഡക്ഷൻ എത്രയാണ് എന്നുള്ള ആ ടോട്ടൽ വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ കാറ്റഗറിയിലും ഫാക്ടറി എയിലും ഫാക്ടറി ബിയിലും വരുന്ന ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഷൂ പ്രൊഡക്ഷൻ്റെ ടോട്ടൽ വാല്യൂ ആണ് നമുക്കിവിടെ ഒരു മെട്രിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടിയത്? 2 മെട്രിസസ് തന്നാൽ അവരെ 2പേരെയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് അനദർ മെട്രിക്സ്.
ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിസൾട്ടൻ മെട്രിക്സ് കിട്ടും. ഇപ്പോൾ 2 മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കിട്ടുന്നതും എന്തായിരിക്കും? ഒരു മെട്രിക്സ് ആയിരിക്കും. നമുക്കിനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദിസ് ന്യൂ മെട്രിക്സ് ഇസ് എ സം ഓഫ് ദ എബവ് 2 മെട്രിക്സസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ 2 മെട്രിക്സസ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പുതിയ മെട്രിക്സ് തന്നെയാണ്. മെട്രിക്സസ് 2 matrices is a matrix obtained by adding the corresponding elements of the given matrices. അതായത് ഈ സമ്മിൽ വരുന്നത് എങ്ങനെയാണ്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് അല്ലേ? രണ്ട് മെട്രിസസ് തന്നാൽ അവർ രണ്ടുപേരോട് കൂട്ടുമ്പോൾ എന്താണ് കൂട്ടുന്നത്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആണ് നമ്മൾ കൂട്ടുന്നത്. സപ്പോസ് ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? 2 റോയും 3 കോളവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2/3 എന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതും ഒരു 2/3 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? A11 B11 ആയിരിക്കും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്. A12 B12 ഇവർ രണ്ടും കൂടെ കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് കിട്ടുന്നത്. അതായത് വി add the corresponding elements of the given 2 matrices. അങ്ങനെ A21 B21 ചെയ്യുമ്പോൾ ഈ മെട്രിക്സിലെ 21 എന്ന് പറയുന്ന പ്ലേസിലെ ആളെ കിട്ടും. അങ്ങനെ A23 B23 ചെയ്യുമ്പോൾ നമ്മുടെ ആ പുതിയ മെട്രിക്സിലെ 23 അതായത് സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ് കിട്ടും. സോ ഇഫ് 2 മെട്രിസസ് എ ആൻഡ് ബി ആർ ഗിവൺ, നമുക്ക് അവരെ രണ്ടുപേരെയും തമ്മിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മെട്രിസസ് ഹാവ് ടു ബി ഓഫ് സെയിം ഓർഡർ. അവരുടെ രണ്ടുപേരുടെയും ഓർഡർ സെയിം ആയിരിക്കണം. ഈ കേസിൽ എയുടെ ഓർഡർ 2/3 ആണ്. ബിയുടെ ഓർഡർ 2/3 ആണ്. ഇവരുടെ രണ്ടുപേരുടെ ഓർഡർ 2/3 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? A+B നമുക്ക് കിട്ടിയത്, അത് ആഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനറലായിട്ട് നമുക്ക് സം അല്ലെങ്കിൽ അഡീഷൻ ഓഫ് 2 മെട്രിസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് ആ ഡെഫിനിഷൻ പറയാൻ പറ്റുന്നത്? ഇഫ് എ ഈസ് ഈക്വൽ ടു AIJ, അതായത് AIJ ഫോമിലുള്ളൊരു മെട്രിക്സ് ആണ് എ, ആൻഡ് ബി ഈസ് ഈക്വൽ ടു BIJ ഫോമിലുള്ള മെട്രിക്സ് ആണ് ബി. 2 മെട്രിസസ് ഓഫ് സെയിം ഓർഡർ, രണ്ടിനും സെയിം ഓർഡർ ആണ് എന്ത്? M/n. ദെൻ ദ സം ഓഫ് 2 മെട്രിസസ് എ ആൻഡ് ബി ഈസ് ഡിഫൈൻഡ് ആസ് മെട്രിക്സ് സി. ഈ 2 മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടും. അതിനെ ഞാൻ സി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സിയിലെ ഒരു എലമെൻ്റാണ് CIJ എന്ന് പറഞ്ഞാൽ എന്ത് വരും? AIJ പ്ലസ് BIJ എന്ന് വരും ഫോർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് I ആൻഡ് J. അപ്പോൾ ഐയുടെയും ജെയുടെയും തന്നിരിക്കുന്ന എല്ലാ വാല്യൂസിനും ഇതെന്താണ്? ആപ്ലിക്കബിൾ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 6 തന്നിരിക്കുന്ന കാര്യം എന്താണ്? ഗിവൺ എ ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ആൻഡ് ബി വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? വി നീഡ് ടു ആഡ് ദീസ് 2 മെട്രിസസ് അല്ലെ? അഡീഷൻ ഓഫ് മെട്രിസസ്. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? 2 മെട്രിസസ് അവരുടെ ഓർഡർ സെയിം ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് A+B കിട്ടും അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ 2 മെട്രിസസ് ആർ ഇൻ ദ സെയിം ഓർഡർ. നോക്കിക്കേ, ഇതിൻ്റെ ഓർഡർ എന്താണ്? 2 റോയും 3 കോളവും. അതുപോലെ തന്നെ ഇവിടെയും 2 റോയും 3 കോളവും, രണ്ടിനും സെയിം ഓർഡറാണ് എന്ത്? 2/3. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ മെട്രിക്സിൻ്റെ ഓർഡറും അപ്പോൾ എന്തായിരിക്കും? ഉറപ്പായിട്ടും 2/3 ആയിരിക്കും. ഒരു 2/3 മെട്രിക്സസ് 2 2/3 മെട്രിക്സസ് ആഡ് ചെയ്താൽ ഒരിക്കലും 3/2 എന്ന് കിട്ടില്ല. ഏത് ഓർഡറാണോ നമ്മുടെ ആഡ് ചെയ്യുന്ന മെട്രിക്സിൻ്റെ ഉള്ളത് അതേ ഓർഡർ തന്നെയായിരിക്കും നമ്മുടെ റിസൾട്ടൻ മെട്രിക്സിലും ഉള്ളത്. സോ ലെറ്റ് us ആഡ് ദീസ് 2 മെട്രിക്സസ് എ ആൻഡ് ബി. അപ്പോൾ എന്താ വരുന്നത്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. √3 + 2 2 + √3. ആൻഡ് ഇവിടെ 1 + √5 അതാണ് എഴുതിയിരിക്കുന്നത്. -1 + 1. ഓക്കെ. പിന്നെ 2 - 2 3 + 3 ദെൻ 0 + 1/2. അപ്പോൾ എന്താ വരിക? 2 + √3 അതുപോലെ തന്നെ എഴുതുക. അതുപോലെ തന്നെ 1 + √5 അതുപോലെ എഴുതുക. 1 - 1 is 0, 2 - 2 is 0. അങ്ങനെ 3 + 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. 0 + 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ ദിസ് ഇസ് ദ റിസൾട്ടൻ മെട്രിക്സ് A+B. ഇനി ഈ നോട്ട് നമ്മൾ നോക്കിക്കേ. ഇഫ് എ ആൻഡ് ബി ആർ നോട്ട് ഓഫ് ദ സെയിം ഓർഡർ, എയ്ക്കും ബിക്കും സെയിം ഓർഡർ അല്ല എങ്കിൽ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല? A+B ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മസ്റ്റായിട്ടും അഡീഷൻ വരുമ്പോൾ നമ്മൾ എന്ത്
നമുക്ക് എന്താണ് ആദ്യം നോക്കേണ്ടത്? ആ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സസും ഒരേ ഓർഡറിലാണോ എന്ന് നോക്കണമെങ്കിൽ മാത്രമേ നമുക്കതിനെ ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു എയും ബിയും സെയിം ഓർഡറിലല്ല എങ്കിൽ എ പ്ലസ് ബി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ. ഇതാ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ് അല്ലേ? 2/2 ആണ്. അതുപോലെ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/3 ആണ്. അപ്പോൾ 2/2 2/3 രണ്ട് മെട്രിക്സസും ഡിഫറെൻറ്റ് ഓർഡറിലാണ്. സോ എ പ്ലസ് ബി ഇസ് നോട്ട് ഡിഫൈൻ. എന്തുകൊണ്ടാണ് വരുന്നത്? ഇവിടെ 2/3 അല്ലേ ബിയുടെ ഓർഡർ? ഈ മൂന്നാമത്തെ കോളത്തിൽ ഇവിടെ ആരും ഇല്ല അല്ലേ? അതായത് ഇതിൻ്റെ മൂന്നാമത്തെ കോളം ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അഡീഷൻ്റെ കേസിൽ എന്താണ് ആദ്യം നോക്കേണ്ടത്? തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സസ് സെയിം ഓർഡറിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓർഡറിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു റിസൾട്ടൻ മെട്രിക്സ് അല്ലെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻസർ നമുക്ക് കിട്ടുകയുള്ളൂ. അഡീഷൻ പോസിബിൾ ആകുകയുള്ളൂ എപ്പോൾ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആകുമ്പോൾ മാത്രമേ അഡീഷൻ പോസിബിൾ ആവുകയുള്ളൂ. സോ നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലർ. എന്താണ് ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? അല്ലേ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ ആ ഫാത്തിമ എന്ന് പറഞ്ഞ ആളുടെ രണ്ട് ഫാക്ടറീസിൻ്റെ ഒരു ഡേറ്റ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു എക്സാമ്പിൾ, അതേ ഡേറ്റ തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. സപ്പോസ് ദാറ്റ് ഫാത്തിമ ഹാസ് ഡബിൾഡ് ദ പ്രൊഡക്ഷൻ ഓഫ് എ ഫാക്ടറി എ. അതായത് ഫാത്തിമ ഈ ഫാക്ടറി എയിലെ പ്രൊഡക്ഷൻ ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഓരോ കാറ്റഗറിയിലും ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഓരോ കാറ്റഗറിയിലെയും പ്രൊഡക്ഷൻ ഡബിൾ ചെയ്തു. ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലൈഡ് ബൈ 2 അല്ലേ, ഇരട്ടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാക്ടറി എയിലെ വാല്യൂ എന്തായിരിക്കും വരിക? ഇതാണ് നമ്മുടെ ഫാക്ടറി എയിലെ ഫാത്തിമയുടെ ആ പ്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത്, ഷൂസിൻ്റെ പ്രൊഡക്ഷൻ. ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? നമ്മൾ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. കണ്ടോ, 80യെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ 60യെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഈച്ച് എലമെൻറ്റ് ഇസ് മൾട്ടിപ്ലൈഡ് വിത്ത് 2. അതായത് ഇവിടെ എന്താ വരിക? ആ ഫസ്റ്റ് എലമെൻറ്റ് 2 × 80 എന്ന് പറഞ്ഞാൽ 160 ആവും, 2 × 60 എന്ന് പറഞ്ഞാൽ 120 ആകും. അങ്ങനെ ഓരോ എലമെൻറ്റ്സും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ ഒരു പുതിയൊരു മെട്രിക്സ് കിട്ടും. അതിൻ്റെയും ഓർഡർ എന്ത് തന്നെയായിരിക്കും? ഇതിൻ്റെ സെയിം ഓർഡർ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നോക്ക്, the new matrix is obtained by multiplying each element of the previous matrix by 2. അപ്പോൾ മുമ്പിലത്തെ മെട്രിക്സിനെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പുതിയ മെട്രിക്സ് കിട്ടിയത്. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIJ ഒരു മെട്രിക്സ് തന്നാൽ, എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നാൽ ആൻഡ് കെ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ 4 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. -1/2 എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെട്രിക്സും കൂടെ ഉണ്ടെങ്കിൽ അവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ കെ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ്? ഈ എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ഈ സ്കെയിലാർ കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ബൈ ദ സ്കെയിലാർ കെ. അത് ഇതുപോലെ തന്നെ ജനറലായിട്ട് പറയുവാണ്. നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഓരോ എലമെൻറ്റും ഏത് ഫോമിലാണ് ഉള്ളത്? AIJ ഫോമിൽ. ആ ഓരോ എലമെൻറ്റിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെ എ എന്ന് പറയുന്ന റിസൾട്ടൻ മെട്രിക്സിലെ ഒരു IJth എലമെൻറ്റ് ഏത് ഫോമിലായിരിക്കും ഉണ്ടാകുക? KAIJ ഫോമിലായിരിക്കും ഉണ്ടാകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3A എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് സ്കെയിലാർ 3 ഇൻറ്റു ദ മെട്രിക്സ് എ. എന്താ ചെയ്യേണ്ടത്? വി നീഡ് ടു മൾട്ടിപ്ലൈ ഓൾ എലമെൻറ്റ്സ് ഓഫ് ദിസ് മെട്രിക്സ് എ വിത്ത്
ദി സ്കെയിലാർ ക്വാണ്ടിറ്റി 3 വെച്ചിട്ട് ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, 3 ഇൻറ്റു ആ മെട്രിക്സ് അതുപോലെ തന്നെ എഴുതുക. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 3 ഇൻറ്റു 3 എത്രയാണ്, 9 വരും. ഇനി 3 ഇൻറ്റു 1 ഇസ് 3. ഇനി 3 ഇൻറ്റു 1.5 ഇസ് 4.5. അങ്ങനെ ഓരോ എലമെൻറ്റിനെയും 3 ഇൻറ്റു 2 ഇസ് 6, 3 ഇൻറ്റു 0 ഇസ് 0, 3 ഇൻറ്റു 5 ഇസ് 15. അങ്ങനെ നമുക്ക് കിട്ടും. വി നീഡ് ടു മൾട്ടിപ്ലൈ എവറി എലമെൻറ്റ് വിത്ത് ദിസ് സ്കെയിലർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മെട്രിക്സ് ആയിരിക്കും കിട്ടുക, 3a എന്ന് പറയുന്ന മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് അഡീഷൻ ഓഫ് മെട്രിക്സസും പിന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമാണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഗിവൻ മെട്രിക്സ് ബൈ എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അടുത്ത ടോപ്പിക് ഇതാണ്, വാട്ട് ഈസ് ദ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെട്രിക്സിനെ നെഗറ്റീവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഒരു -1 വെച്ചിട്ട് ഇപ്പോൾ എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, -a കിട്ടുന്നത്. ആ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ഇസ് ഡിനോട്ടഡ് ബൈ, കണ്ടോ, -a. അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? -a ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു a എന്ന്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഇസ് നെഗറ്റീവ് ഓഫ് എ? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ -a എന്ന് വെച്ചാൽ എന്താണ്, -1 ഇൻറ്റു a. ആക്ച്വലി ഈ -1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, റൈറ്റ് അല്ലേ? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് -1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ -1 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? a എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെൻറ്റിനെയും ആരെ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു -1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ മെട്രിക്സ് ആയിരിക്കും നമ്മുടെ -a എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. തന്നിരിക്കുന്നത് എന്താണ്? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. വി നീഡ് ടു ഫൈൻഡ് വാട്ട്, -a നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ഇറ്റ് ഈസ് -1 ഇൻറ്റു a അല്ലേ? -1 ഇൻറ്റു നമ്മുടെ a എന്ന് പറയുന്ന മെട്രിക്സ്. ഓരോ എലമെൻറ്റിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. -1 ഇൻറ്റു 3 എത്രയാണ്? -3. -1 ഇൻറ്റു 1 ഇസ് വാട്ട്? -1. ഇനി -1 ഇൻറ്റു -5 ഇസ് വാട്ട്? 5. ദെൻ -1 ഇൻറ്റു x ഇസ് -x. കണ്ടോ, ഇതാണ് നമ്മുടെ -a അല്ലെങ്കിൽ നെഗറ്റീവ് ഓഫ് a എന്ന് പറയുന്നത്. സോ ഇപ്പോൾ പറഞ്ഞത് അഡീഷൻ ഓഫ് മെട്രിക്സസ്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലർ. അതിൻ്റെ തന്നെ ഒരു സബ് ഡിവിഷനാണ് ആക്ച്വലി നെഗറ്റീവ് ഓഫ് മെട്രിക്സ്. കാര്യം -1 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ അതൊരു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ദെൻ ഇനി നമ്മൾ പറയുന്നത് ഡിഫറൻസ് ഓഫ് മെട്രിസസ്. ഡിഫറൻസ് ഓഫ് മെട്രിസസ് ശരിക്കും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ അഡീഷൻ തന്നെയാണ് കേട്ടോ. കൂടുതലായിട്ട് ഇത് ചിന്തിക്കേണ്ട കാര്യമില്ല. a-b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം a-b എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? a പ്ലസ് -1 ഇൻറ്റു b എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താ? ഒരു അഡീഷൻ തന്നെയാണ്. ആദ്യത്തെ ഓപ്പറേഷൻ എന്താണ്? ബി എന്ന് പറയുന്ന മെട്രിക്സിനെ നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് നെഗറ്റീവ് ഓഫ് ബി എടുക്കുന്നു, നെഗറ്റീവ് ഓഫ് മെട്രിക്സ് ബി എടുക്കുന്നു. ദെൻ ആഡ് ഇറ്റ് വിത്ത് ദ ഫസ്റ്റ് മെട്രിക്സ് എ. അപ്പോൾ കിട്ടുന്ന റിസൾട്ടൻ മെട്രിക്സ് ആയിരിക്കും എന്ത്? a-b എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, അതായത് ദിസ് ഇസ് ദ സം ഓഫ് ദ മെട്രിക്സ് എ ആൻഡ് ദ മെട്രിക്സ് -b. സോ രണ്ട് മെട്രിക്സസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിലുള്ള അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. എന്ത് വരണം? ദേ മസ്റ്റ് ബി ഓഫ് സെയിം ഓർഡർ. രണ്ടിൻ്റെയും ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ സബ്ട്രാക്റ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ വാട്ട് ഈസ് a-b? a-b എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് a പ്ലസ് -1 ഇൻറ്റു b ആണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us do this example. Example 7. See, രണ്ട് മെട്രിസസ് തന്നിട്ടുണ്ട്, എയും ബിയും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2a - b ആണ്. 2a - b. എന്താ 2a എന്ന് പറഞ്ഞാൽ? ഈ a എന്ന് പറയുന്ന മെട്രിക്സിനെ 2 എന്ന് പറയുന്ന സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അല്ലേ? 2 ഇൻറ്റു 1 2 2 3 3 1. അപ്പോൾ 2 ഇൻറ്റു 1 ഇസ് വാട്ട്? അതാണ് ഈ എവിടെ എഴുതിയിരിക്കുന്നത്. The 2 into 1 is 2, then 2 into 2 is 4, 2 into 2 is 4, then 2 into 3 is 6, 2 into 3 is 6 again, പിന്നെ 2 into 1 is 2.
അപ്പോൾ എ എന്ന് പറയുന്ന ഈ മെട്രിക്സിനെ 2 എന്ന് പറയുന്ന സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടാണ് ഈ കിടക്കുന്നത്. ഇനി ദിസ് മൈനസ് വാട്ട് ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഇവർ ചെയ്തിരിക്കുന്നത് ആദ്യം ഈ മൈനസ് എന്ത് ചെയ്യണം? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടെ പ്ലസ്, ഇത് ഓരോ എലമെൻസിനും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -3 ആകും, ഇവിടെ 1 ആകും, ഇവിടെ -3 ആകും. ഇത് ഈ +1 എന്താകും? ഈ -1 +1 ആകും, 0 0 ആകും, ദെൻ 2 -2 ആകും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ട് മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2 + -3, 2 + -3 ഈസ് വാട്ട്? -1. അതുപോലെ 4 + 1 ഈസ് 5, ദെൻ 6 + -3 ഈസ് 3. അങ്ങനെ ഓരോ എലമെൻസും കറസ്പോണ്ടിങ് എലമെൻസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ റിസൾട്ടൻറ്റ് മെട്രിക്സ് വിച്ച് ഇസ് ദാറ്റ് മെട്രിക്സ് 2a - b. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ 7 വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിച്ച് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ. അപ്പോൾ നമ്മൾ അഡീഷൻ പഠിച്ചു. രണ്ട് മെട്രിക്സസ് തന്നാൽ അവരുടെ രണ്ടുപേരുടെ ഓർഡർ സെയിം ആണെങ്കിൽ നമുക്ക് ആ രണ്ട് മെട്രിക്സസിനെ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ദെയർ ആർ സം പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് മെട്രിസസ് തരുന്നു, എയും ബിയും. ഈ രണ്ട് മെട്രിസസിൻ്റെയും ഓർഡർ സെയിം ആണ്. രണ്ട് മെട്രിസസിൻ്റെയും ഓർഡർ സെയിം ആണെങ്കിൽ നമുക്ക് അവന്മാരെ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതാ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താ പറയുന്നത്? a + b ചെയ്യുന്ന അതേ വാല്യൂ തന്നെയായിരിക്കും എന്ത്? b + a. ഈ ലോയ്ക്കാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് വേറൊരു മെട്രിക്സ് സി എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്, ഡി എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഓർഡർ സെയിം ആണെങ്കിൽ നമുക്ക് c + d കണ്ടുപിടിക്കാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു d + c. c + ഡിയും d + സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ലോ എന്താണെന്ന് പഠിക്കാം. അസോസിയേറ്റീവ് ലോ. എന്താണ് അസോസിയേറ്റീവ് ലോ? നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോയിൽ 2 പേരെയാണ് കൺസിഡർ ചെയ്തതെങ്കിൽ നമ്മൾ അസോസിയേറ്റീവ് ലോയിൽ 3 പേരെ കൺസിഡർ ചെയ്യും. ബി സി, എ ബി സി 3 മെട്രിസസ് കൺസിഡർ ചെയ്യും. അവിടുത്തെ കണ്ടീഷൻ ഇതാണ്, ദേ മസ്റ്റ് ബി ഓഫ് സെയിം ഓർഡർ. ഇവന്മാരുടെ എല്ലാവരുടെയും ഓർഡർ m/n ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് അസോസിയേറ്റീവ് ലോ. a + b + c is equal to a + b + c. കണ്ടോ? a + b ആദ്യം കണ്ടുപിടിക്കുക, അതിനെ c വെച്ച് കൂട്ടുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ ആയിരിക്കും b + c കണ്ടുപിടിച്ചിട്ട് അതിനെ a വെച്ച് കൂട്ടുമ്പോൾ. സോ വാട്ട് ഇസ് അസോസിയേറ്റീവ് ലോ? വി നീഡ് ടു കൺസിഡർ 3 മെട്രിസസ്. അതിൻ്റെ ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ a + b + c is equal to a + b + c. This is what associative law. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിൽ 2 ലോസ് പഠിച്ചു, ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് ലോ, ഒന്ന് അസോസിയേറ്റീവ് ലോ. ആൻഡ് ദ തേർഡ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഇനി അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ m/n ആണെന്ന് കരുതുക. m/n ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി പറയുന്നത് ഈ മെട്രിക്സ് എ ഏതോ ഒരു മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ ഏത് നമ്പർ വെച്ച് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്? 0 അല്ലേ? അതേ ഐഡിയ തന്നെയാണ് നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എ എന്ന് പറയുന്നൊരു മെട്രിക്സിനെ എന്ത് വെച്ച് ആഡ് ചെയ്താലാണ് തിരിച്ച് എ കിട്ടുക? ഇറ്റ് ഈസ് എ 0 മെട്രിക്സ് അല്ലേ? 0 മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാണ്? ഇങ്ങനെ അല്ലേ? O ആണ്. O എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് 0 മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ a + 0 = a. അതുപോലെ തന്നെ 0 + a എന്താണ്? a ആണ്. സോ ആ 0 എന്ന് പറയുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, a + 0 is equal to 0 + a is equal to a. അങ്ങനെ വരുന്ന ആ മെട്രിക്സ് O അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ മെട്രിക്സ്
അഡീഷൻ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് എ തേർഡ് പ്രോപ്പർട്ടി? എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അതായത് ഒരു മെട്രിക്സ് എ എടുത്താൽ ഇറ്റ്സ് ഓർഡർ ഇസ് m/n. ഒരു മെട്രിക്സ് എ എടുത്താൽ അവിടെ ഒരു സീറോ മെട്രിക്സ്, അതേ ഓർഡറിലുള്ള ഒരു സീറോ മെട്രിക്സ് m/n സീറോ മെട്രിക്സ് ഉണ്ടാകും. വിച്ച് സാറ്റിസ്ഫൈസ് വിച്ച് കണ്ടീഷൻ? that satisfies a plus 0 equal to 0 plus a is equal to a എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സ്, ഇത് O എന്ന് പറയുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെട്രിക്സ് എക്സിസ്റ്റൻസ് ഓഫ് O എന്ന് പറയുന്ന മെട്രിക്സിനെയാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. യെസ്, നമ്മളിനി അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോവുകയാണ്. ദ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അതിൻ്റെ ഓർഡർ ഇറ്റ് ഈസ് m/n എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏതോ ഒരു മെട്രിക്സ് എടുക്കുമ്പോൾ, അതായത് എയുടെ കൂടെ വേറെ ഏതോ ഒരു മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയ സീറോ മെട്രിക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സ് ഏതാണ്? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ നമ്പേഴ്സിൻ്റെ കേസിലൊന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 2ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടുമ്പോഴാണ് നമ്മുടെ സീറോ കിട്ടുക? 2ൻ്റെ കൂടെ -2 കൂട്ടുമ്പോഴല്ലേ? അതായത് 2ൻ്റെ നെഗറ്റീവിനെ അല്ലേ, നെഗറ്റീവ് കൂട്ടുമ്പോഴാണ് നമുക്ക് സീറോ കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന മെട്രിക്സ് എയുടെ കൂടെ അതിൻ്റെ നെഗറ്റീവായ -a കൂട്ടുമ്പോഴല്ലേ നമ്മുടെ സീറോ മെട്രിക്സ് കിട്ടുക. സോ ആ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ പ്രോപ്പർട്ടി എന്താ അപ്പോൾ പറയുക? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഇറ്റ്സ് ഓർഡർ ഇസ് വാട്ട്? m/n. അങ്ങനെയാണെങ്കിൽ അവിടെ അതിൻ്റെ നെഗറ്റീവ് എ, അതായത് m/n ഓർഡറുള്ള നെഗറ്റീവ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാകും. വിച്ച് സാറ്റിസ്ഫൈസ് ദ പ്രോപ്പർട്ടി എ പ്ലസ് -a ഇസ് ഈക്വൽ ടു -a പ്ലസ് a ഇസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ o എന്നോ 0 എന്നോ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ആ -a എന്ന് പറയുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും അഡിറ്റീവ് ഇൻവേഴ്സും രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 0 എന്ന് പറയുന്ന മെട്രിക്സ് കൂട്ടിയാലേ അതേ മെട്രിക്സ് കിട്ടുകയുള്ളൂ. ദാറ്റ് സീറോ മെട്രിക്സ് ഈസ് കോൾഡ് ആസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഓഫ് മെട്രിക്സ് അഡീഷൻ. അതേപോലെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്താൽ ദെയർ എക്സിസ്റ്റ് അനദർ മെട്രിക്സ് -a വിച്ച് സാറ്റിസ്ഫൈസ് വിച്ച് കണ്ടീഷൻ? a plus -a is equal to -a plus a is equal to that സീറോ മെട്രിക്സ്. അപ്പോൾ 4 പ്രോപ്പർട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ a plus b is equal to b plus a. അസോസിയേറ്റീവ് ലോ മീൻസ് a plus b plus c is equal to a plus b plus c. And the third one is additive identity. അതായത് സീറോ മെട്രിക്സ്, അതിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. ആൻഡ് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് എന്നാൽ അതിൻ്റെ നെഗറ്റീവായ -a ആണ് നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്.